തീർച്ചയായിട്ടും തൃശ്ശൂർ കോർപ്പറേഷനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ മുന്നണികളും ഉറ്റുനോക്കുന്ന ഒരു ഡിവിഷനാണ് പൂങ്കുന്നം ഡിവിഷൻ. പ്രത്യേകിച്ചും കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് എപ്പോഴും BJP തന്നെ ആണ് അവിടെ മുന്നിൽ വരുന്നത് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പതിക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ്. പഠിച്ചതും പൂങ്കുന്നം സ്കൂളിലാണ്, നമ്മൾ തൃശ്ശൂർക്കാരാണ്. അപ്പോൾ നമുക്ക് പൂങ്കുന്നത്തെ ആ ഒരു പൾസ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അറിയായിരിക്കും. കാരണം ഇത്രയും വർഷം നമ്മുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ അവിടെയാണല്ലോ. നമ്മുടെ ഡിവിഷനെ കുറിച്ചൊന്ന് പറയും. പൂങ്കുന്നം ഡിവിഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ നഗരഹൃദയമാണ് പൂങ്കുന്നം കോർപ്പറേഷൻ. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള, ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളുള്ള, ഏറ്റവും കൂടുതൽ റെസിഡൻസ് അസോസിയേഷനുകളുള്ള, ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലം കൂടിയാണ് പൂങ്കുന്നം. പിന്നെ മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കീഴിലുള്ള ഏറ്റവും വലിയ ക്യാമ്പസ് ശ്രീ കേരളമ്മ കോളേജ് നിൽക്കുന്നത് പൂങ്കുന്നം ഡിവിഷനിലാണ്. അതോടൊപ്പം തന്നെ ശ്രീരാമകൃഷ്ണ ആശ്രമം നിൽക്കുന്നത് തൃശ്ശൂരിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം ICSE സ്കൂള് ഹരിശ്രീ വിദ്യാനിധി നിൽക്കുന്നത് പൂങ്കുന്നം ഡിവിഷനാണ്. ഏറ്റവും ആദ്യത്തെ മുഖ്യമന്ത്രി കരുണാകരൻ്റെ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പത്മജ വേണുഗോപാൽ. ഇവരെ പോലെ തന്നെ ലീഡർമാരെല്ലാവരും ഉള്ള ഒരു ഡിവിഷനാണ് പൂങ്കുന്നം ഡിവിഷൻ. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് BJP അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നമ്മൾക്കൊപ്പം നിൽക്കുന്നു, പാർട്ടിക്കൊപ്പം ജനങ്ങൾ നിൽക്കുന്നു, ജനങ്ങൾക്കൊപ്പം പാർട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം.